നമസ്കാരം. സ്നേഹിക്കുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ്, വെറുക്കുക എളുപ്പവും. പോരാളികളാണെന്ന നാട്യം അക്രമികൾക്ക് വീര്യ പരിവേഷം നൽകുമ്പോൾ സ്നേഹിക്കുന്നവർക്ക് സ്ഥാനം ചരിത്രത്തിലെ ദുരന്ത നായകരുടെ കൂട്ടത്തിലാണ്. സ്നേഹം മതമാക്കിയവരെക്കാൾ അധികം വാർത്തകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതും അക്രമങ്ങൾ ജീവിത മാർഗമാക്കിയവരാണ്. ടോപ്പ് റിപ്പോർട്ടറിലേക്ക്. കാസർകോട്ട് അക്രമങ്ങൾ നടത്തിയത് ലീഗുകാരാണ്, അല്ല പോലീസുകാരാണ്. ഈ രണ്ട് ആരോപണങ്ങളും ശരിയാണോ അതോ തെറ്റാണോ? ഏത് അക്രമങ്ങൾ നടന്നാലും കുറേ കാര്യങ്ങൾ വഴിയേ നടക്കും. ആദ്യം അക്രമം കാണിക്കുന്നത് പലപ്പോഴും പോലീസുകാരാവില്ല. പക്ഷേ ജനക്കൂട്ടത്തിന്റെ ചെയ്തികൾ അതിരുവിടുമ്പോൾ പോലീസിന്റെ തനി സ്വഭാവം പുറത്തുവരും. ക്രമസമാധാന പാലനത്തിന്റെ പേരിൽ പോലീസ് അക്രമം തുടങ്ങും. അക്രമികളെ തുരത്തുന്നതിനു പുറമെ സംഭവസ്ഥലത്തും സമീപത്തുമായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ തല്ലി തകർക്കുക, നിരപരാധികളെ പോലും തല്ലി ഓടിക്കുക തുടങ്ങിയ പതിവ് കലാപരിപാടികൾ പോലീസ് പതിവായി നിറവേറ്റാറുണ്ട്. കാസർകോട്ടും ഇതൊക്കെ നടന്നു. അക്രമം നടത്തിയ ലീഗ് സമൂഹത്തോടെ മാപ്പ് പറയണമെന്ന് CPM ആവശ്യപ്പെടുന്നു. അണികളല്ല, നുഴഞ്ഞുകയറിയ ചില സാമൂഹിക വിരുദ്ധരാണ് അക്രമം നടത്തിയതെന്ന് ലീഗ് ന്യായീകരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ചരിത്രം തെളിയിച്ചതാണ്: മോബ് സൈക്കോളജി അഥവാ ജനക്കൂട്ടത്തിന്റെ വൈകാരിക പ്രകടനം സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളോടെ ജനം ഒത്തുചേരുമ്പോൾ സംഘർഷം ഉണ്ടാവാനിടയുണ്ടെന്ന് മുൻകൂട്ടി കണ്ട് മുൻകരുതൽ എടുക്കേണ്ടത് പോലീസാണ്. പക്ഷേ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുകയെന്ന സ്ഥിരം രീതിയാണ് കാസർകോട്ടും കേരള പോലീസ് സ്വീകരിച്ചത്. ടി അനൂപിന്റെ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്കുള്ള സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാനായി ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകർ എത്തിത്തുടങ്ങിയിരുന്നു. പോലീസിനും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കുമെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രവർത്തകരുടെ വരവ്. പ്രവർത്തകർ സംയമനം പാലിക്കണമെന്ന് നേതാക്കൾ മൈക്കിലൂടെ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് പ്രവർത്തകർ ശാന്തരായി. ഉദ്ഘാടന പ്രസംഗം തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വിഭാഗം പ്രവർത്തകർ മുദ്രാവാക്യം വിളിയോടെ MG റോഡിലേക്ക് പ്രവേശിച്ചു. റോഡരികിലുണ്ടായിരുന്ന മറ്റു പാർട്ടികളുടെ കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും വ്യാപകമായി നശിപ്പിച്ചു. മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ MG റോഡിലൂടെ ആമൈ കോളനിക്കടുത്തെത്തി. ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിരുന്ന ഒരു സംഘടനയുടെ കൊടി പ്രവർത്തകർ പിഴുതുമാറ്റി. ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന യുവാക്കൾക്ക് നേരെ കല്ലേറുണ്ടായി. തിരിച്ചും കല്ലേറുണ്ടായി. കൂട്ടത്തോടെ നീങ്ങിയ പ്രവർത്തകർ ആമൈ കോളനിയിലെ ഭജന മന്ദിരത്തിനും വീടുകൾക്ക് നേരെയും കല്ലെറിഞ്ഞു. ഇതു തടയാൻ പോലീസിനായില്ല. ഇവരെ പിരിച്ചുവിടാൻ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. പിന്നീടാണ് കാസർഗോഡ് ടൗണിൽ വ്യാപകമായ അക്രമം ഉണ്ടായത്. കടകൾക്ക് നേരെ വ്യാപകമായ കല്ലേറുണ്ടായി. ബൈക്കുകൾ തകർത്തു. ഒട്ടേറെ ബസ്സുകളുടെ ചില്ല് എറിഞ്ഞു തകർത്തു. ഇവിടെ നിന്നും പ്രവർത്തകർക്ക് നേരെ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. തുടർന്നാണ് പോലീസിന് നേരെ വ്യാപകമായ ആക്രമണമുണ്ടായത്. ഒട്ടേറെ പോലീസുകാർക്ക് പരിക്കേറ്റു. ബദിയെടുക്ക SI സിബി തോമസിന്റെ കണ്ണിന് കല്ലേറുകൊണ്ട് പരിക്കേറ്റു. പോലീസുകാർക്ക് തിരിഞ്ഞോടേണ്ട അവസ്ഥയുണ്ടായി. പോലീസിന്റെ ഭാഗത്തു നിന്നും ആക്രമണമുണ്ടായി. റോഡരികിൽ നിർത്തിയിട്ട ചില വാഹനങ്ങൾ പോലീസ് തല്ലിത്തകർത്തു. ആളുകളെ തല്ലിയോടിച്ചു. ഇതിനിടെയാണ് കാസർഗോഡ് SP രാംദാസ് പോത്തൻ സ്ഥലത്തെത്തിയത്. പ്രവർത്തകർ വാഹനം തടഞ്ഞതിനെ തുടർന്ന് ആദ്യം SPക്ക് തിരിച്ചു പോകേണ്ടി വന്നു. മുഹമ്മദ് ഷഫീഖിന് വെടിയേറ്റതോടെ മറ്റുള്ള പ്രവർത്തകർ ചിതറിയോടി. കൂട്ടം കൂടി നിന്നവരെ പോലീസ് ലാത്തി വീശി ഓടിച്ചു. ഈ സമയം അപ്രതീക്ഷിതമായി പെയ്ത മഴയാണ് സംഘർഷത്തിന് ശമനമുണ്ടാക്കിയത്. മഴ പെയ്തതോടെ പ്രവർത്തകർ പൂർണ്ണമായി പിൻവലിഞ്ഞു. ഈ സമയത്താണ് കറന്തക്കാട് വെച്ച് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് അസർ കുത്തേറ്റ് മരിച്ചത്. ബസ്സിൽ കയറാൻ നിന്ന അസറിനെ ബൈക്കിലെത്തിയ സംഘം പുറകിൽ നിന്ന് കുത്തി വീഴ്ത്തുകയായിരുന്നു.
രാത്രി ഒറ്റപ്പെട്ട ചില അക്രമ സംഭവങ്ങളുണ്ടായി. സംഭവത്തിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച കാസർഗോഡ് ജില്ലയിൽ ഹർത്താൽ ആചരിക്കാൻ UDF ആഹ്വാനം ചെയ്തു. രാത്രി തന്നെ മറ്റു ജില്ലകളിൽ നിന്നുള്ള പോലീസ് സേനകൾ കാസർഗോഡെത്തി. പുലർച്ചെ ഉത്തരമേഖല ADGP മഹേഷ് കുമാർ സിംഗ്ലെ നേരിട്ടെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. കാസർഗോഡ് താലൂക്കിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. രാവിലെ ചന്തേര, നീലേശ്വരം, കാഞ്ഞങ്ങാട്, ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധികളും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. തലേദിവസം രാത്രിയിലെ സംഘർഷത്തിൽ നിന്നുമാറി രാവിലെയോടെ തന്നെ കാസർഗോഡ് നഗരം ശാന്തമായി. UDF ഹർത്താലിൽ കടകളൊന്നും തുറന്നില്ല. ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ ഹർത്താൽ സമാധാനപരവും പൂർണ്ണവുമായിരുന്നു. കൊല്ലപ്പെട്ട രണ്ടുപേരുടെ മൃതദേഹവും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ടോടെ സംസ്കരിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കാസർഗോഡെത്തി ക്രമസമാധാന നില നിയന്ത്രിച്ചു. വൈകിട്ട് DGP ജേക്കബ് പൊന്നൂസ് നേരിട്ടെത്തി. ചൊവ്വാഴ്ച വൈകിട്ട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ സമാധാന യോഗം ചേരാൻ തീരുമാനമായി. നഗരത്തിൽ രാത്രി പോലീസ് ശക്തമായ പരിശോധന നടത്തി. ചൊവ്വാഴ്ച രാവിലെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ സ്ഥലത്തെത്തി. വൈകിട്ട് ചേർന്ന സർവകക്ഷി യോഗത്തിൽ ജില്ലയിൽ സമാധാനം നിലനിർത്താൻ കക്ഷിഭേദമന്യേ ആവശ്യമുയർന്നു. സംഘർഷത്തെക്കുറിച്ച് വിവിധ പ്രതികരണങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു. അക്രമ സംഭവങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദി മുസ്ലിം ലീഗാണെന്ന് CPM-ഉം BJP-യും ആരോപിച്ചു. ലീഗ് നേതൃത്വം ജനങ്ങളോട് മാപ്പ് പറയണമെന്ന്